ആരാണ് EFT കഴിഞ്ഞോടുകൂടി അത് എന്റെ മനസ്സൊന്ന് പോയി. എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പൊ നിലവിലുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പം കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്, മനസ്സിലൊരു ധൈര്യവും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ഞാന് ഒരു 2 വർഷം കൊണ്ട് ഞാന് ഡിപ്രഷനുള്ള ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. EFT കഴിഞ്ഞതിന് ശേഷം ഗുളികപ്പം കുടിക്കുന്നേ ഇല്ല. കാരണം ഒരാഴ്ചയിൽ 2 എണ്ണെങ്കിലും സാധാരണ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. EFT കഴിഞ്ഞതിന് ശേഷം ഒരു ഗുളിക ഞാൻ ഇപ്പം കുടിക്കുന്നില്ല. അപ്പൊ ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ധൈര്യവും. അപ്പൊ പ്രതിസന്ധികളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കായി പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യം ഇതൊക്കെ കിട്ടി. എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമങ്ങളായിരുന്നു. പിന്നെ കരീം സാർ പറഞ്ഞില്ലേ, ഉമ്മനോട് വീട്ടിലെ അയൽവാസികളോട് ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കാൻ, നമ്മൾ സങ്കടങ്ങളൊന്നും പറയരുതെന്ന്. അപ്പൊ ഞാൻ ഉമ്മനോട് എന്റെ സങ്കടങ്ങളൊക്കെ ഉമ്മനോടായിരുന്നു ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഉമ്മനോട് ആ സങ്കടങ്ങളൊന്നും പറയില്ല. അപ്പൊ സങ്കടങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതേപോലെ കരീം സാർ പറഞ്ഞല്ലോ, ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് ശേഷം കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുന്നത്. കറക്റ്റായിട്ട് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ സത്യസന്ധമായിട്ട് പറയട്ടോ, ഞാൻ ഇതുവരെ ആഴ്ചയിൽ ഒരു 2-3 ഗുളികയെങ്കിലും ഉറങ്ങാൻ വേണ്ടിക്ക് കുടിക്കേണ്ടത്. അപ്പൊ ഇതുവരെ EFT കഴിഞ്ഞ ശേഷം ഗുളിക കുടിക്കുന്നേ ഇല്ല കേട്ടോ. താങ്ക് യു കരീം സാർ. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കേട്ടോ. അന്ന് സാറ് അവിടുന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അന്ന് അതിന്റെ എഫക്റ്റ് ഒന്നും കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല. ഇതിപ്പോ ഈ പ്രാക്ടീസും കൂടി കഴിഞ്ഞപ്പോ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്ദി, വളരെ നന്ദി. റെഹാനത്ത് മാമിനോട് പ്രത്യേകം നന്ദി കേട്ടോ. അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡെയിലി വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. സന്തോഷം. ശരി, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഏതായാലും വളരെ സന്തോഷം. ഏതായാലും ശരി, നമുക്ക് ആ അനുഭവത്തിലോട്ട് നമുക്ക് പിന്നീട് പോവാം. ഇപ്പോ ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ബ്രെയിനെ ഒരു മാഗ്നറ്റിക് കപ്പാസിറ്റി ഉള്ള ബ്രെയിൻ ആക്കി മാറ്റാം എന്ന ടോപ്പിക്കാണ്. എങ്ങനെ ഒരാളുടെ തലച്ചോറിനെ ഒരു കാന്തമാക്കി മാറ്റാം. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. 2 രൂപത്തിലുള്ള ബ്രെയിൻ ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പവറും ഇല്ലാത്ത ബ്രെയിൻ. അവരെത്ര ചിന്തിച്ചാലും ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കാത്ത ബ്രെയിൻ. എല്ലാത്തിനും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ. ഒരു പവറും ഇല്ലാത്ത ബ്രെയിൻ. മറ്റൊരു ബ്രെയിൻ, അതേ ബ്രെയിൻ തന്നെ മറ്റൊരു രൂപത്തിൽ പറയുമ്പോൾ അതിശക്തമായ പവറുള്ള ഒരു ബ്രെയിൻ. ആ ബ്രെയിനുമായിട്ട് അവർ നടക്കുമ്പോൾ നടന്നു നീങ്ങുന്ന വഴികളിലൂടെ എല്ലാം അവർക്ക് വേണ്ടി ആളുകൾ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ ആളുകൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ബ്രെയിൻ. അതുമല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ബ്രെയിൻ. പ്രത്യേകിച്ച് സമ്പത്ത്. നമുക്കറിയാം, പണം ഉള്ളവന് നാട്ടിൽ വിലയുണ്ട്. ഒരു സംശയ വിഷയത്തിലില്ല. പണം ഉള്ളവന് വിലയുണ്ട്. കാരണം പണമുള്ളവൻ എനർജറ്റിക് ആണ്. അപ്പൊ ഈ സമ്പത്ത്, ചില ആളുകൾ കഠിനമായൊന്നും അധ്വാനിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർ ഏതെങ്കിലും ഒരു ഫീൽഡിലോട് കയറിയാൽ പണം ഒഴുകി വരും. സമ്പത്തിന്റെ അതിശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയിട്ട് അവരുടെ ബ്രെയിൻ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ വളരെ കുറഞ്ഞ സമയമേ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പൊ നേരത്തെ ഫിർദൌസ് സാർ സംസാരിച്ചതുപോലെ കുറച്ചാളുകളുടെ ഈ രൂപത്തിൽ അവരുടെ ബ്രെയിനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് കേൾക്കാം. കാരണം ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ സകലരുടെ മുമ്പിലും വെൽനെസ്സിനുള്ള വഴി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൃദ്ധിയിലേക്ക്, അല്ലെങ്കിൽ സമൃദ്ധി ഏതറ്റം വരെയും ആകർഷിക്കുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആമുഖമായി പറയുന്നു. ഈ സെഷന് ശേഷം നിങ്ങൾക്ക് നേരിട്ട്
ഈ സമൃദ്ധി ലഭിച്ചവരുടെ അനുഭവങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാം. കാരണം ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുമോ, അനുഭവസ്ഥരുടെ വാക്കിൽ നിന്ന് കേൾക്കുമ്പോഴായിരിക്കും നമുക്കത് ബോധ്യം വരിക. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് പണത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നത്? ചില ആളുകൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു. എന്റെ ഇന്നത്തെ ഒരു 10-20 മിനിറ്റ് മാത്രമേ സെഷൻസ് ഉണ്ടാവൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാവരെയും ഈക്വൽ പൊട്ടൻഷ്യാലിറ്റിയിൽ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ദർ ഇസ് നോ എനി ഡിസ്ക്രിമിനേഷൻ. മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ സകലർക്കും ഉപയോഗിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോൺസുകൾ തലച്ചോറിൽ ഉള്ള രൂപത്തിലാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത്. അപ്പൊ ശരിക്കും ആലോചിക്കണേ, നമ്മുടെ ഒക്കെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസുകളുണ്ട്. അപ്പൊ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, 100 ബില്യൺസ് ന്യൂറോൺസ്. അപ്പോ നിരത്തി വെച്ച ഒരു മനോഹരമായ, നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, മനോഹരമായ നിരത്തി വെച്ച ഒരുപാട് ന്യൂറോൺസുകൾ, ഓരോ ഡോട്ട് 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 അങ്ങനെ കണ്ടാൽ മതി. അത്രയും ന്യൂറോൺസുകളുണ്ട്. ഈ ന്യൂറോൺസുകൾ എങ്ങനെ കാന്തശക്തിയുള്ളതാക്കി നമ്മൾ മാറ്റാം എന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഇരുമ്പിൽ ചില വസ്തുക്കൾ പ്രവേശിപ്പിച്ച് ചില ഓർഡർ ഡിസോർഡർ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പച്ച ഇരുമ്പ് ഒരു കാന്തമായി മാറുന്നത് പോലെ 100 ബില്യൺ ന്യൂറോൺസുകൾ ഉള്ള നമ്മുടെ തലച്ചോറ് എങ്ങനെ കാന്തശക്തിയുള്ളതായിട്ട് മാറും എന്നതിന്റെ ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും, നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ഫീലിംഗ് അല്ലെങ്കിൽ ഇമാജിനേഷൻ കാണുകയും ചെയ്യുമ്പോൾ ഈ ന്യൂറോൺസുകൾക്ക് ഇടയിൽ ഒരു തരം അഗ്നിസ്ഫോടനം നടക്കും. ഒരു തരം, അതിനെന്താ പറയാ, ഫയറിംഗ് എന്നൊക്കെയാണ് പറയാം. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ, 100 ബില്യൺ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, 10,000 കോടിയിലധികം ന്യൂറോൺസുകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് അതിന്റെ ഒരു ഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ആ തീപിടുത്തം അങ്ങ് അണഞ്ഞു പോകുന്നു. പിന്നെ കാന്തശക്തി ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച്, ഉദാഹരണമായിട്ട് നേരത്തെ നമ്മുടെ ഫിർദൌസ് സാർ പറഞ്ഞു, EFT പഠിച്ചു അദ്ദേഹം. EFT പഠിക്കാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു സംഭവം, ഇത് വർക്ക് ചെയ്യോ ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രെയിൻ ന്യൂറോൺസുകൾ ആ ഒരു തീരുമാനമെടുത്തു, അതായത് ഒന്ന് പോയി കളയാം. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതോടുള്ള ഉത്കടമായ ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അതിനുള്ളൊരു ധൈര്യം കാണിക്കലാണ് വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം അദ്ദേഹം കാണിച്ച ചങ്കൂറ്റമാണ്, ധൈര്യമാണ്. ഒന്ന് പോയി നോക്കാം. അപ്പോ ഇവിടെ സംഭവിച്ചത്, ഒരു പുതിയ കാര്യം പഠിച്ചപ്പോൾ ബ്രെയിനിലെ ന്യൂറോൺസുകൾക്കിടയിൽ ചില പുതിയ രൂപത്തിലുള്ള ഫയറിംഗ് നടന്നു. ഈ ഫയറിങ്ങിനെ നമ്മൾ സ്ഥിരമാക്കുവാൻ വേണ്ടി, അത് ഈ ഫയറിങ്ങിനെ ഒരു വയറിംഗ് ആക്കി പരസ്പരം കണക്റ്റഡ് ആക്കുന്ന രൂപത്തിലുള്ള ചില പ്രോസസ്സിലൂടെ നിരന്തരം അവരെ കടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി നമ്മൾ മെന്റേഴ്സിനെയും നിയമിച്ചു. അങ്ങനെ ചെയ്തപ്പോഴേക്കും നേരത്തെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് വയറിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപമ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഇപ്പോൾ ഒരു വയറിംഗ് നടന്നിട്ടുണ്ട്. ഒരു വയറിംഗ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വയറിംഗ് നടന്നത് കടങ്ങളുടെയോ സാമ്പത്തിക പ്രതിസന്ധികളുടെയോ അല്ലെങ്കിൽ ശാരീരിക രോഗങ്ങളുടെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വയറിങ്ങുകളാണ് നമ്മുടെ ബ്രെയിനിൽ ഉള്ളത് എങ്കിൽ
നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഭവങ്ങളും ഈ വയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സോർട്ട് ചെയ്തിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഓൾറെഡി നമ്മുടെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ പോകുവാൻ കാരണം ഒരു വയറിങ് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മുടെ ലൈഫിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പണി നിലവിലുള്ള വയറിങ്ങളെ മുഴുവനും ലൂസാക്കുക, അതിനഴിച്ച് അതിനെയൊക്കെ ഒഴിവാക്കിയ കണക്ഷൻസിനെ വേർപെടുത്തുക എന്നതാണ്. ഈ കണക്ഷൻസിനെ നമ്മൾ വേർപെടുത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, കഴിഞ്ഞ സെഷനിൽ തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അദ്ദേഹത്തോട് പറഞ്ഞു, കരീം സാറേ എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സംസാരിക്കാം. എനിക്ക് ഒടുക്കത്തെ ടെൻഷനാണ്. ഒടുക്കത്തെ ടെൻഷനാണെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കാത്ത ഒരു സമയം എന്റെ കയ്യിലില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ടെൻഷനോട് ടെൻഷൻ. അത് ഈ സാറല്ല, വേറൊരു സാർ. ആ രൂപത്തിൽ വയറിംഗ് ആണ്, ആ രൂപത്തിൽ വയറിംഗ് ആണ്. അപ്പൊ ആ വയറിങ്ങിനെ നമ്മൾ അവിടെ വെച്ചിട്ട് അയച്ചു, തിരിച്ച് വേറെ പുതിയ വയറിംഗ് കൊടുത്തു. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ എല്ലാ ടെൻഷനും പമ്പ കടന്നു, എല്ലാ ഇഷ്യൂസും എന്നത് മാറി. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് മറ്റൊന്നുമല്ല, നിലവിലുള്ള വയറിങ്ങിനെ അയച്ച് പുതിയ വയറിംഗ് കണക്ഷൻ കൊടുത്തു. ഇനി ലൈഫ് ലോങ് പുതിയ അതായത് നമുക്ക് ആവശ്യമായ വയറിങ്ങുകൾ നമ്മൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. ആവശ്യമുള്ളതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാത്തതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഒരാൾക്ക് സാമ്പത്തികമായ ബാധ്യത ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ, എന്റെ ദൈവമേ, ഇനി എവിടുന്നാപ്പ ഈ പണം കിട്ടുക, നാളെ മറ്റേ ആൾ വരും, വല്ലാത്തൊരു കഷ്ടം. ഇത് തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരുപക്ഷെ തട്ടി മുട്ടി നാളെ അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും, അടുത്ത ദിവസം വീണ്ടും ഇത് വരും. മനസ്സിലായില്ലേ? കാരണം അതൊരു വയറിങ്. അപ്പൊ നമ്മള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത വയറിങ്ങുകളെ ഉണ്ടാക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയല്ല. നിങ്ങൾക്ക് ഈ ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നു. കാരണം വയറിങ് ആ രൂപത്തിലാണ്. നിങ്ങളൊരു വീടുണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇങ്ങനെയൊക്കെ വയറിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ വയറിങ് മാൻ അങ്ങനെ ചെയ്തു. വീട് പണിയൊക്കെ ഫിനിഷ് ചെയ്തപ്പം ഇവിടെ സ്വിച്ച് ഇട്ടപ്പോൾ ഇവിടെ ബൾബ് കത്തുന്നില്ല, ഇവിടെ സ്വിച്ച് ഇട്ടപ്പോൾ ഇവിടെ ബൾബ് കത്തുന്നില്ല. ആരാ കാരണക്കാരൻ? നമ്മളാണോ അവരാണോ? സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അതുപോലെ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറഞ്ഞിട്ടാണ് ഈ വയറിംഗ് ഉണ്ടായത്. പക്ഷെ പറഞ്ഞത് നമുക്ക് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള വയറിംഗ് അല്ല വേണ്ടത് എന്നായിരുന്നു ബ്രെയിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രെയിന് മനസ്സിലായത് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുന്ന, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ എപ്പോഴും ടൈറ്റ് ഈ രൂപത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ബ്രെയിന് സജഷൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വയറിംഗ് അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിയെ പേഴ്സൺ ഹാസ് ബീൻ കീപ്പിംഗ് നമ്പർ ഓഫ് വയറിംഗ്, ഒരുപാട് എണ്ണിയാൽ തീരാത്ത വയറിങ്ങുകൾ ഒരു വ്യക്തിക്കുണ്ടാവും. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാണ്ട് ഓട്ടോമാറ്റിക്കലി ദ്രവിച്ചു പോകും. ഒരുപക്ഷെ നമുക്ക് ഒരു പ്രായത്തിൽ ഒരു വയറിംഗ് ഉണ്ടായി നോക്കുക, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, നമുക്കൊരു അറിവ് കിട്ടി, നമ്മൾ ആ ഭാഗത്തുള്ള പിന്നെ പോവാണ്ടേയായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ റീവയറിംഗ് ആയി, അതല്ലെങ്കിൽ അത് ദ്രവിച്ച് അത് ഉപകാരമില്ലാതെ അത് പിന്നീട് വർക്ക് ചെയ്യാതെയാവും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് അപ്പോഴേക്കും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാസ്റ്റ് ആക്ടിവിറ്റീസ് അനുസരിച്ച് ഒരുപാട് വയറിങ്ങുകൾ നമ്മുടെയൊക്കെ തലച്ചോറിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ വയറിംഗ് മാറ്റി പുതിയ വയറിംഗ് ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട പണി നിലവിലുള്ള വയറിങ്ങിനെ ലൂസാക്കുക. എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്? പ്ലീസ് ടൈം.
എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട് നിലവിലുള്ള അവരുടെ വയറിങ്ങിനെ പൊളിച്ചു മാറ്റുവാൻ? എത്ര ആൾക്ക് താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. നിലവിലുള്ള അവരുടെ വയറിങ്ങിനെ പൊളിച്ച് മാറ്റുവാൻ, അല്ലെങ്കിൽ അതായത് നിലവിൽ ഒത്തിരി അനാവശ്യമായ വയറിംഗ് കണക്ഷൻസുകളുണ്ട്. ഒരുപാട് അനാവശ്യമായ വയറിംഗ് കണക്ഷൻസുകളുണ്ട്. എത്ര ആളുകൾക്ക് അത് പൊളിച്ചു മാറ്റാൻ താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ് 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 ടൈപ്പ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, സന്തോഷം. അപ്പോ നമ്മൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഈ വയറിങ്ങുകളെ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട, മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ധൈര്യം കാണിച്ചാൽ മതി. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പറയാറുള്ള ഒരു ഇഞ്ചക്ഷൻ അടിക്കുന്നത് പോലും ആളുകൾക്ക് പേടിയാണ്. പരമാവധി ഇഞ്ചക്ഷൻ ഇല്ലാതെ മരുന്ന് കുടിക്കാനാണ് ആളുകൾ നോക്കുക. പേടിയാണ്. നിങ്ങൾ ധൈര്യം കാണിച്ചാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് തിരിച്ചറിയേണ്ടത്, എല്ലാ പ്രശ്നങ്ങളുടെയും കുരുക്കുകൾ അയച്ചെടുക്കുവാൻ സാധിക്കും. ആദ്യം അതിന്റെ കുരുക്ക് അയക്കുക, അതിനുശേഷം പുതിയ വയറിങ് നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പുതിയ വയറിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഹാപ്പി പാർക്കിന്റെ ലോ ഓഫ് അട്രാക്ഷനോ EFT ഒക്കെ ചെയ്തതിന് മുമ്പുണ്ടായിരുന്ന ജീവിതാനുഭവവും ഇപ്പോൾ നിങ്ങൾക്കുള്ള ജീവിതാനുഭവവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് പറഞ്ഞേ. അതായത് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലുള്ള ആളുകളെ കാണുവാനും, അതുപോലെ തന്നെ എന്താ പറയാ, പുതിയ പുതിയ രൂപത്തിൽ നമുക്ക് അനുഭവങ്ങൾ വരുവാൻ തുടങ്ങിയോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. നോക്കൂ എത്ര ആളുകളാണ് ടൈപ്പ് ചെയ്യുന്നത്. നല്ല മാറ്റം. അതെന്താ സംഭവിച്ചത്? എവിടെയാ മാറ്റിയത്? യെസ്, ആളുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഒത്തിരി ആളുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വയറിങ് മാറ്റിക്കഴിഞ്ഞാൽ പുറമേക്കുള്ള സംഭവങ്ങൾ, കാണുന്ന സംഭവങ്ങളൊക്കെ മാറും. കാരണം ബ്രെയിൻ ഈ വയറിങ് അനുസരിച്ചാണ് കണ്ണ് പ്രവർത്തിക്കുന്നത്. ബ്രെയിന്റെ ഉള്ളിലെ വയറിങ് അനുസരിച്ചാണ് നമ്മുടെ കാത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ വയറിങ് നഷ്ടത്തിന്റെ, ചില ആൾക്കാർ കണ്ടില്ലേ, എപ്പോഴും കടമോ കടം. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി പിരിവിട്ട് ഇദ്ദേഹത്തിന് 10-25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി പിരിവിട്ട് ഇദ്ദേഹത്തിന് കടങ്ങ് വിട്ടി. ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ കടം വീട്ടാനൊക്കെ കൂടിയ ഒരാള് ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ല മോനെ, നിന്റെ ദുരന്തം കണ്ട് ഞങ്ങളെല്ലാവരും കൂടി അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ, ഇപ്പൊ സമാധാനമായിട്ടല്ലേ പൊന്നുമോനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, ഇപ്പം 25 ലക്ഷം അന്നുണ്ടായിരുന്നത് അതൊക്കെ പോയി, ഇപ്പൊ ഒരു 15 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും. വിത്തിൻ 1 ഇയർ. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ കടം എന്നത് ഒരു വയറിംഗ് ആണ്. കുടുംബ പ്രശ്നം ഒരു വയറിംഗ് ആണ്. ദാരിദ്ര്യം അതിശക്തമായ മറ്റൊരു വയറിംഗ് ആണ്. രോഗഭയം ഒരു വയറിംഗ് ആണ്. ടെൻഷൻ ഒരു വയറിംഗ് ആണ്. അപ്പോ ആ ടെൻഷൻ ഒരു വയറിംഗ് ആയി നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ടെൻഷൻ കൂടുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമായി മാറും. കാരണം നമ്മുടെ ബ്രെയിനിന്റെ വയറിംഗ് അനുസരിച്ചാണ് നമ്മുടെ കണ്ണ് കാഴ്ചകൾ കാണുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ വയറിംഗ് അനുസരിച്ചാണ് നമ്മുടെ ചെവികൾ കാര്യങ്ങൾ കേൾക്കുന്നത്. ഇത് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. എന്ത് വയറിങ്? നമ്മളെല്ലാരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വേറെ കാഴ്ച. ആര് പറഞ്ഞു? എന്താ പറയാ, പാപി ചെല്ലുന്നിടത്തോളം പാതാളം എന്ന് പറയാൻ കാരണം, പാപി എവിടെ ചെന്നാലും ഈ പാതാളമേ അയാളെ കണ്ണു കാണൂ. പണ്ടൊരു പാട്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. എന്താ പാട്ടിന്റെ അർത്ഥം? ഇവളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കണ്ണ് ഏതൊരു പെണ്ണിലും ഫാത്തിമയെ തെളിയും. ഇവന് കാണുന്ന പെണ്ണൊക്കെ ഫാത്തിമയാണെന്ന് ഇവന് തോന്നും.
ഉള്ളിലെ വയറിംഗ് എന്താണോ അതനുസരിച്ച് കാഴ്ചകളെ നമ്മുടെ കണ്ണ് നമ്മളെ കാണിച്ച് തരൂ പ്രിയപ്പെട്ടവരെ. അതനുസരിച്ച വ്യക്തികളെ നമ്മുടെ അടുത്തോട്ട് വരൂ. ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ എന്റെ ക്യാഷ് അടിച്ചുകൊണ്ട് പോയി. ഈ അടിച്ചുകൊണ്ട് പോകാൻ ഉള്ള ആള് നിങ്ങൾ അടുത്തോട്ട് വരാൻ കാരണം ആ അടിച്ചുകൊണ്ട് പോകണം എന്ന രൂപത്തിലുള്ള വയറിംഗ് നിങ്ങളെ ബ്രെയിനിൽ ഉള്ളത് കൊണ്ട് ആണ് അങ്ങനെ ഒരാളെ നിങ്ങളടുത്തോട്ട് നിങ്ങൾ ബ്രെയിൻ അട്രാക്ട് ചെയ്തത്. ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ വയറിംഗ് അങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ മാറും. നേരത്തെ ഞാൻ ഇതിൽ പോയ സമയത്ത് കണ്ട ഈ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ. നേരത്തെ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഹാപ്പി പാർക്കിൽ 1 2 വർഷമൊക്കെ ആയ ആൾക്കാർ, അവർ കാണുന്ന കാഴ്ചകൾ മാറി, അവർ കേൾക്കുന്ന കേൾവികൾ മാറി, അവരുടെ സുഹൃത്തുക്കൾ മാറി, കൂടുതൽ മെച്ചത്തിലോട് കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ അവരിലോട്ട് അട്രാക്ട് ആവാൻ തുടങ്ങി, ജീവിതം അടിമുടി മാറി. കാരണം വയറിംഗ് മാറി. ഉള്ളിലെ വയറിംഗ് മാറുമ്പോ പുറത്ത് കാഴ്ചകൾ മാറും. നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കാഴ്ചയല്ല ഉള്ളത്. ഉള്ളിലുള്ള വയറിംഗ് അനുസരിച്ചാണ് നമുക്ക് കാഴ്ച ഉണ്ടാവുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ പുതിയ വയറിംഗ് ഉണ്ടാകുമ്പോൾ ഒരു പുതിയ റിയാലിറ്റി ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഒരൊറ്റ കാര്യം പറയാം. ഞാനിപ്പോ നിങ്ങൾക്ക് തലച്ചോറിനെ കാന്തശക്തി ഉള്ളതാക്കിയ പുതിയ രൂപത്തിൽ നിലവിലുള്ള വയറിങ്ങിനെ മുഴുവനും അഴിച്ചു മാറ്റി പുതിയ വയറിങ്ങിലോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ സംസാരിക്കും. ഈ വയറിംഗ് അഴിച്ചു മാറ്റാൻ 1 ദിവസമോ 2 ദിവസമോ ഒന്നും പോരാ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്ക് വയറിംഗ് അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒറ്റ ഉദാഹരണം. അതായത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വയറിംഗ് ഉണ്ടാവുന്നു. ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്ഥിരമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഫയറിംഗ് ഉണ്ടാവുന്നു, അഗ്നിസ്ഫോടനം ഉണ്ടാവുന്നു. അത് നിരന്തരമായി ചെയ്യുമ്പോൾ അത് വയറിംഗ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കണ്ടാൽ പോലും മതി. ഉദാഹരണമായിട്ട് ഒരു ഡോഗിന് എല്ലാ ദിവസവും 1 മണിക്ക് ഫുഡ് കൊടുക്കുന്നു. 1 മണിയാകുന്ന സമയത്ത് ഫുഡ് കൊടുക്കാൻ നേരത്തെ യജമാനൻ ബെല്ലടിക്കുന്നു. ടിൻഡിങ് ബെല്ലടിക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്നു. ടിൻഡിങ് അടുത്ത ദിവസം ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ഒരാഴ്ച ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ബെല്ലടിച്ചാൽ മതി, ഫുഡ് കൊടുക്കണ്ട. ബെല്ലടിച്ചാൽ മതി, ആ നായയുടെ വായിൽ ഈ ഫുഡ് ദഹിപ്പിക്കുവാൻ ആവശ്യമായ സാധനം വരും. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഡോഗിന് നമ്മളൊരു പഴം കൊടുക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. മറ്റൊരു ഡോഗ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഡോഗിന് നമ്മൾ പഴം കൊടുക്കുന്നത് മറ്റേ ഡോഗ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പഴം ഇങ്ങനെ കൊടുത്ത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ പഴം തിന്നാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഡോഗിന്റെ ബ്രെയിനിൽ ഏതൊക്കെ രൂപത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണോ ഉണ്ടാകുന്നത്, അതേ കെമിക്കൽ റിയാക്ഷൻസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോഗിനും ഉണ്ടാകുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോഗിന് ഈ പഴം കൊടുക്കുന്നില്ല, കൊടുക്കുന്നത് ഈ ഡോഗിനാണ്. പക്ഷേ മറ്റതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിച്ച ഒരാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിച്ച ഒരാളുടെ ജീവചരിത്രം വായിക്കുകയോ അല്ലെങ്കിൽ ആ ജീവചരിത്രം കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്, അവർ അനുഭവിക്കുന്ന ഫീലിംഗിനെ കുറിച്ച് ബോധവാനാവുകയോ ചെയ്താൽ അവരുടെ തലച്ചോറിൽ ഉണ്ടായ
അതേ വയറിങ്ങും നമുക്കും കോപ്പി ചെയ്യുവാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, മോശമായ വീഡിയോസ് കാണരുത്, നെഗറ്റീവായി സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്നും വിട്ടു നിൽക്കണം. കുറ്റം പറയുന്ന, എപ്പോഴും കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കഴുകന്മാരായ ഒത്തിരി ആൾക്കാരുണ്ട്. അവരിൽ നിന്നും മാറി നിൽക്കണം. കാരണം അവരത് പറഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള കെമിക്കൽസുകൾ ഉണ്ടാവുന്നു, ഒരു ഫയറിങ് നടക്കുന്നു. അടുത്ത ദിവസം വീണ്ടും അയാൾ ഇത് പറയുന്നു, അത് കേൾക്കുന്നു, ഫയറിങ് നടക്കുന്നു. നിരന്തരമായി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അയാൾ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്നു, ഒരു വയറിങ് ഉണ്ടാക്കുന്നു. വിജയിക്കുക വളരെ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആൾ ഒരു പക്ഷെ ഒരു വിവരമില്ലാത്ത ആളായിരിക്കാം. അയാൾ പറയും, മോനെ ഇതൊന്നും നടക്കൂല, ഒരു ബിസിനസ്സും വിജയിക്കൂല, പൈസ കൊടുക്കാനുള്ളതൊന്നും തരൂല. ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ആ രൂപത്തിൽ ഒരു ഫയറിങ് നടന്നിട്ട് അവസാനത്ത് വയറിങ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വയറിങ് നടന്നാൽ അയാൾക്ക് പണം കൊടുക്കാനുള്ളവർ പണം കൊടുക്കൂല. കാരണം നമ്മുടെ വാക്കുകൾ ആ രൂപത്തിലായിട്ട് മാറും. നമ്മുടെ ഉള്ളിലെ വയറിങ് അനുസരിച്ചായിരിക്കും നമ്മുടെ വാക്കുകൾ. മനസ്സിലായോ? അപ്പോ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നമ്മുടെ ലൈഫിനെ ഒന്ന് പുതുക്കി പണിയുവാൻ നിലവിലുള്ള സകല വയറിങ്ങുകളെയും തട്ടിമാറ്റി അതിനെ റിലീസ് ചെയ്ത് പുതിയ ഒരു വയറിങ് കൊണ്ടുവരുവാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങൾ കാര്യമായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് സമ്പത്താണ്, പണമുള്ളവനെ ഊർജമുള്ളൂ. പ്രിയപ്പെട്ടവര്, പണമുള്ളവനെ എനർജിയുള്ളൂ. പണം. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാരൊക്കെ പറയും, പണമൊക്കെ എന്തിനാണ്, എനിക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും ചില ആൾക്കാർ. പണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണം, ഇപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പണം വേണ്ടേ? നിങ്ങൾക്ക് സൂമിന് അല്ലെങ്കിൽ ഇന്റർനെറ്റിന് ക്യാഷ് അടക്കണ്ടേ? പണമില്ലാത്തവൻ, പണത്തെ കുറ്റം പറയുന്നവൻ വളരെ ലോ എനർജി ഉള്ള ആളാണ്. സമ്പത്ത് വേണം. നമുക്ക് സമ്പത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന യാതൊരു തെറ്റുമില്ല. സമ്പത്ത് നമുക്ക് ഉണ്ടാവണം. ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇപ്പൊ ഇന്ന് പറഞ്ഞ ഞാൻ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മുടെ തലച്ചോറിൽ 100 ബില്യൺസ് 10,000 കോടിയിലധികം ന്യൂറോൺസുകൾ ഉണ്ട്. നമ്മുടെ ചിന്തക്കനുസരിച്ച് അതിൽ തീപിടുത്തം നടക്കുന്നു. അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ ഒരു വയറിംഗ് ആയി മാറുന്നു. വയറിംഗ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മുഴുവനും ഈ വയറിങ്ങിന് ആസ്പദമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അവൻ എവിടെ ചെന്നാലും, നഷ്ടത്തിന്റെ വയറിംഗ് ഉള്ളവൻ എവിടെ ചെന്നാലും എന്ത് കച്ചവടം ചെയ്താലും അവൻ കച്ചവടം ചെയ്യുന്നു. അവനെ പരാജയപ്പെടുത്തുവാനുള്ള പണി അവന്റെ ഉള്ളിലെ ബ്രെയിൻ തന്നെ നടക്കുന്നു. കാരണം വയറിംഗ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മോശ കൂട്ടുകെട്ടുകൾ മുഴുവൻ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കുന്ന സംസാരം മുഴുവനും നെഗറ്റീവ്. ഈ നെഗറ്റീവ് സംസാരം കേട്ട് ആദ്യമൊന്നും ഇതൊന്നും വയറിംഗ് ആവില്ല, പെട്ടെന്നൊന്നും ആവില്ല. തുടർച്ചയായി ഇതന്നെ കേൾക്കുമ്പോ, അതുകൊണ്ടാണ് ഈ രാത്രി നടക്കുന്ന എന്താ പറയുക ന്യൂസ് ചാനൽ ചർച്ചകൾ. എന്നിട്ട് സത്യത്തിൽ നമ്മുടെ രാജ്യം വളരെ സുന്ദരമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്ദരമാണ്. നമ്മുടെ നാട് വളരെ സുന്ദരമാണ്. നമുക്കിവിടെ ബോംബ് വർഷങ്ങളില്ല. നമുക്ക് ഇവിടെ വർഗീയതയും ആ കാര്യങ്ങളൊന്നും ഇല്ല. 1% താഴെ മാത്രം ആളുകളുടെ മനസ്സിലെ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളൂ. പത്രക്കാർക്കും ടിവിക്കാർക്കും ന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള സംഭവം കിട്ടുന്നല്ലോ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എല്ലാവരും ആരോഗ്യവാന്മാരായാൽ ഹോസ്പിറ്റൽ പൂട്ടിപ്പോവില്ലേ? ഒരു പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം നാട്ടില് എല്ലാവരും ഡീസന്റ് ആണെങ്കിൽ പൂട്ടിപ്പോവില്ലേ? അപ്പോ ഏറ്റവും മൈന്യൂട്ടായി സോർട്ട് ചെയ്ത് അങ്ങനെയുള്ള വാർത്തകൾ മാത്രം പിക്ക് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ നാട് ജീവിക്കാൻ കൊള്ളാത്തതാണ്. നിരന്തരം ചിന്തിച്ച് നമുക്ക് ഒരു വയറിംഗ് ഉണ്ടാവുന്നു നമ്മുടെ ബ്രെയിനിൽ. ഈ നാട് ജീവിക്കാൻ കൊള്ളുന്നതല്ല. മുഴുവൻ പ്രതിസന്ധികളാണ് വയറിംഗ് ഉണ്ടാവുന്നു. എങ്ങും പ്രശ്നങ്ങളാണ് വയറിംഗ് ഉണ്ടാവുന്നു. ഇവിടെ മുഴുവനും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇവിടെ ആളുകൾക്കിടയിൽ ഭയങ്കര
വീര്യമുണ്ട്, എന്താ പറയാ, വർഗീയതയുണ്ട്, വയറിംഗ് ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ ഇവൻ നാട്ടിലിറങ്ങുന്ന സമയത്ത് മുഴുവനും ഇത് തന്നെ ഒരവസരം ഇവൻ കാണില്ല. ഇവൻ അഥവാ കാണുകയാണെങ്കിൽ ഈ വർഗീയത ഉള്ളവനെ മാത്രമേ കാണൂ. നമ്മൾ അങ്ങനത്തെ ആരെയും കാണാറില്ല. എന്റെ കൺമുമ്പിൽ ഇങ്ങനെ വർഗീയവാദികളെ ആൾക്കാർ എന്റെ മുമ്പിൽ വരുന്ന ഇന്ന് വരെ ആരും വന്നിട്ടില്ല. എന്താ കാരണം? എന്റെ ഉള്ളിൽ അങ്ങനെ ചിന്തയില്ല, അങ്ങനെ വയറിംഗ് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്ത്, സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ആകർഷണ നിയമം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ തലച്ചോറിനെ ഒരു കാന്തശക്തിയുള്ളതാക്കി മാറ്റാമെന്നതുമായി ബന്ധപ്പെട്ട ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം നാളെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ മുഴുവനും ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക. അതിനു മുമ്പ് ഈ വയറിങ് മാറുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഒന്ന് സംസാരിക്കാം. അവരുടെ തലച്ചോറിന്റെ വയറിങ് മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾക്ക് ഒന്ന് സംസാരിക്കാം. അതെല്ലാം കേട്ടതിന് ശേഷം ഒരു ചെറിയ കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം നമുക്ക് പിരിയാം. മുഴുവൻ ആൾക്കാരും ലൈവിൽ തന്നെ നിൽക്കുക. നിങ്ങൾക്കൊന്ന് അനുഭവിക്കാം എങ്ങനെ വയറിങ് മാറി എന്നത് അറിയാൻ വേണ്ടി. പ്ലീസ് കം ടു ദി മൈക്ക് പോയിന്റ്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ഈ വയറിങ്ങിനെ കുറിച്ച് മഹാഭാരതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാല്, അതായത് യുദ്ധത്തില് മഹാഭാരത യുദ്ധം വരികയാണ്. അപ്പോ പിന്നെ ശല്യർ, കൃഷ്ണൻ പോയിട്ട് ശല്യരോട് പറയാണ്, നിങ്ങൾ പാണ്ഡവപക്ഷത്തേക്ക് വരണം, പാണ്ഡവപക്ഷമാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ശല്യർ പറഞ്ഞു, അതെനിക്ക് തീരെ സ്വീകാര്യമല്ല, കാരണം എത്രയോ കാലമായിട്ട് ഞാൻ ഇവരുടെ ചോറാണ് കഴിക്കുന്നത്, അവരുടെ കൗരവരുടെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന അവർ ചതിക്കലാണ്, അതെൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഒരു ആവശ്യം ശല്യരോട് ചോദിക്കുകയാണ്. എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കർണന്റെ സാരഥിയായിട്ട്, അത് രഥം തെളിക്കുന്ന ആളായിട്ട് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു പക്ഷത്ത് നിന്നോ വിരോധമൊന്നുമില്ല. ഇങ്ങനെ കർണന്റെ സാരഥിയായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് കർണനെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. കർണന്റെ മോശം ഗുണങ്ങൾ, കർണനെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, അതുപോലെ കർണൻ ഒരു ഗുണങ്ങളൊന്നും ഇല്ലാത്തവനാണെന്ന്, കർണന്റെ എല്ലാ ദുഷ്ചെയ്തികളും നിങ്ങൾ നിരന്തരം കർണനോട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോൾ കർണൻ ആവശ്യപ്പെട്ടത്, ഈ കൃഷ്ണനും ശല്യരും തമ്മിലുള്ള ഈ ഇതൊന്നും കർണനോ കൗരവരോ അറിയില്ല. കർണൻ ആവശ്യപ്പെട്ടത്, എനിക്ക് ശല്യരെ സാരഥിയായി വേണമെന്നാണ്. കാരണം ശല്യര് എന്ന് പറഞ്ഞാൽ തേര് തെളിക്കുന്നതിൽ ഏറ്റവും മിടുക്കനാണ്, ഏറ്റവും സമർത്ഥനാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ കർണൻ അങ്ങനെ ചോദിച്ചപ്പോൾ ശല്യർക്ക് അത് അത്ര ഇഷ്ടമായില്ല. കാരണം ശല്യർ ഒരു സൈന്യാധിപനാണ്, ഒരു വീരനാണ്, യോദ്ധാവാണ്. ഈ കർണന്റെ തേര് തെളിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇടിച്ചിലാണ്, അല്ലെങ്കിൽ ഒരു കുറച്ചിലാണ്. അപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല, ഞാൻ തേര് തെളിക്കാൻ വരില്ല എന്നാണ് ശരിക്കും. പിന്നെ ദുര്യോധനും മറ്റുള്ളവരും ഭീഷ്മരല്ല മറ്റുള്ളവരൊക്കെ നിർബന്ധിച്ചപ്പോൾ ശല്യർ പറഞ്ഞു, ഞാൻ സാരഥിയാവാം കർണന്റെ എന്ന് പറഞ്ഞു. അങ്ങനെ കർണന്റെ സാരഥിയായി. ഒരു ഭാഗത്ത് അർജുനൻ പാണ്ഡവപക്ഷത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് കർണൻ നിൽക്കുന്നു. അപ്പോൾ ശല്യർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃഷ്ണന് കൊണ്ട് ഇത് കൊടുത്തിരുന്നല്ലോ വാക്ക്, ഇങ്ങനെ കർണനെ കുറിച്ച് ഇങ്ങനെ അധിക്ഷേപിക്കാൻ പറയും. നീ സൂതപുത്രനാണ്, അർജുനനെ കണ്ടോ, അർജുനൻ ക്ഷത്രിയനാണ്, അവൻ മിടുക്കനാണ്, അവൻ വളരെ ശക്തനാണ്, എനിക്കൊന്നും അവനെ പരാജയപ്പെടുത്താനാവില്ല, നീ അവന്റെ നാലായാലത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കർണന് പൊറുതിമുട്ടി. അപ്പൊ ഇത് സാർ പറഞ്ഞതുപോലെ ഈ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കർണന്റെ ഉള്ളിൽ. അങ്ങനെ വയറിങ് നടന്ന് ഒടുവിൽ മനസ്സിൽ ഇല്ലാത്ത ഒരു പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ കർണന് തോന്നാൻ തുടങ്ങി. അങ്ങനെ കർണനെ മാനസികമായി തകർത്ത് കൊണ്ടിരുന്നു ശല്യര്. ഇതാണ് മഹാഭാരതത്തിൽ കർണന്
നിൽക്കക്കള്ളിയില്ലാതെ തന്നെ തന്റെ മേന്മകളും തന്റെ മികവുകളും പറയേണ്ടതിന് പകരം തന്നെ ഇടിച്ചു താഴ്ത്തുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ ശല്യരോട് കർണൻ പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നിങ്ങളെ അനങ്ങാണ്ടിരിക്കണം, നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശല്യരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുവിൽ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കർണന്റെ ഈ തേരുരുൾ ഭൂമിയിലേക്ക് താണു. അതൊരു ശാപത്തിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ തേരുരുള് ഭൂമിയിലേക്ക് താണപ്പോൾ കർണൻ ചാടിയിറങ്ങി ആ തേര് ഉയർത്താൻ ശ്രമിച്ചു. അപ്പോൾ അപ്പുറത്തെ പക്ഷത്ത് കൃഷ്ണനുണ്ട്, അർജുനുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, പറ്റിയ ചാൻസാണിത്, ഉടനെ അദ്ദേഹത്തെ കർണനെ കൊന്നോളൂ, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടില്ല പിന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കർണൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുകയല്ല, ഞാൻ എൻ്റെ തേര് ഒന്ന് ഇളക്കിയെടുക്കാമെന്ന് നോക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്നെ വധിക്കരുത്, നിങ്ങൾ യുദ്ധം നിർത്തിവെക്കണം. അത് ശരിക്കും അത് ന്യായമാണ്. കാരണം എതിരാളി യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ മറ്റാള് യുദ്ധം ചെയ്തിട്ട് ആളെ കൊല്ലുന്നത് ശരിയല്ല. അത് യുദ്ധ നിയമത്തിന് വിരുദ്ധമാണ്. അന്ന് ഫസ്റ്റിലെ അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഈ നിയമം കൊണ്ട് നോക്കിയാൽ നമ്മൾ ജയിക്കൂല, ഉടനെ കർണനെ കൊല്ലാനുള്ള അവസരമാണിത്, ഉടനെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഒരു ഗംഭീരമായ ഒരു അസ്ത്രം ചെയ്ത് കർണനെ വധിക്കുകയാണ്. അപ്പൊ ഇതാണ് സാറ് പറഞ്ഞ വയറിങ്ങിന്റെ ഒരു ശക്തി. നിരന്തരമായിട്ട് വളരെ സന്തോഷം. നമ്മളെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ശല്യം ഇങ്ങനെ നിരന്തരമായി പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനോവീര്യം തകർത്തതാണ്. മഹാഭാരതത്തിലെ ഒരു വലിയ കഥയാണ്. അപ്പോൾ സാറിപ്പോ പറഞ്ഞ വയറിങ്ങിന്റെ എല്ലാം കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പോലും അനുഭവപ്പെട്ടതാണ്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. സാർ പറഞ്ഞതിന് നന്ദി. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഇനി നിങ്ങൾക്ക് ലൈഫ് മാറിയ അവരുടെ അനുഭവങ്ങൾ പറയാം. പെട്ടെന്ന് പറഞ്ഞോളൂ സാറേ. ഞാൻ പറയാം, റിജു. പറഞ്ഞോളൂ സാർ. സാറേ, ചെറിയൊരു ഫേസ്ബുക്കിന്റെ അതിലെ കൂടി ആയിരുന്നു ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഫസ്റ്റ്. പിന്നെ സാറിന്റെ പിന്നെ കണ്ണൂർ ഇതില് ബ്രെയിൻ മാസ്റ്റർ തന്നെ ഇതിൽ പങ്കെടുത്ത് ഞാൻ ഇതുവരെ ഒരു മൈക്ക് കൈനെ കൊണ്ട് തൊട്ടിട്ട് സ്റ്റേജിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ബ്രെയിൻ മാസ്റ്റർ ചെയ്തതിനു ശേഷം അവിടുന്ന് അത് സോറി സാർ, കോൾ വന്നേ. ഇപ്പൊ എത്രയോ നല്ല സുഹൃത്തുക്കള്, എത്രയാന്ന് എനിക്കറിയില്ല. സാറ് എന്നെ പരിചയപ്പെട്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെയാണെന്ന് എനിക്കിപ്പം തോന്നുന്നത്. കാരണം അത്രയും സുഹൃത്തുക്കളാണ് എന്റെ ഇതിലുള്ളത്. എവിടെന്നാ വിളിക്കുന്നത്, പിന്നെ എങ്ങനെയുള്ള പരിചയം ഇപ്പൊ പിന്നെ EFT ചെയ്യുന്നുണ്ട്. അതിലെ കൂടി നല്ല മാറ്റങ്ങളാണ് എനിക്കുള്ളത്. എനിക്ക് അത്രയും പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അച്ഛനും അമ്മയെല്ലാം ചെറുപ്പത്തിലേ മരണപ്പെട്ട് അങ്ങനെയുള്ള ഇത് വന്നേനും. പിന്നെ ഒരു 6 പേര് അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ നാട്ടില്. അതും ഇവിടെയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ എത്രയോ നമ്മളെ പഴയ സ്കൂൾ പഠിക്കുന്ന കുട്ടികള്, SLC പഠിച്ച കുട്ടികള്, അവര് കുറെ ഉന്നതങ്ങളിലെ ആൾക്കാരിലുണ്ട്. അവരെല്ലാമായിട്ട് നല്ല കോണ്ടാക്ട് ആയി. പിന്നെ ഈ സാമ്പത്തികന്റെ സാർ പറഞ്ഞ പോലെ നമ്മൾ അത് തന്നെ ഈ പണത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ എനിക്കും അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല, നല്ലൊരു ഇത്. പിന്നെ സാറിന്റെ ചെറിയൊരു ഇത് ഞാൻ പറയാ. സാറിന്റെ ഫസ്റ്റ് പിന്നെ ഞാൻ സാറിന്റെ ഇതിലായിരുന്നു പങ്കെടുത്തത്, പിന്നെ ഓൺലൈൻ കോഴ്സിൽ. അപ്പൊ അതിലൊരു വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഏതോ ഒരാൾ പറഞ്ഞിരുന്നു, സാറിന്റെ പിന്നെ ഈ ചെയ്യുന്ന കോഴ്സിന്റെ പൈസ കുറവാണ്, അത് കൂട്ടണമെന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു. ഞാൻ അതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു അന്നേരം. പിന്നെ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, കാരണം നമ്മൾ കുറെ പൈസ ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ നമ്മളുടെ പൈസ കുറവാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ ഇട്ടിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല സാറേ. ഇപ്പൊ ശരിക്കും എന്നുവെച്ചാല് സാറിന്റെ ഈ പൈസ അത്രയും കുറവാണ്. അതിപ്പാന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ സാറിന്റെ ഫസ്റ്റ് ഓൺലൈൻ ഈ ക്ലാസ് ഞാൻ കേൾക്കുമ്പോൾ തന്നെ അധികം ഞാൻ കേൾക്കാറുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ലീവ് ചെയ്ത് പോക്കാന്ന്. പിന്നെ അത്രയും സമയം കണ്ടെത്തിയിട്ടാണ് ഞാനിപ്പോ അറ്റൻഡ് ചെയ്തത്. സമയം അങ്ങനെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സാർ. കരീം സാറിനും എല്ലാം സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് സംസാരിക്കൂ. നമുക്കൊരു ഇത് ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് സംസാരിക്കൂ. നെക്സ്റ്റ് ആൾ പ്ലീസ് come to my point. Sir,
ആരാ സംസാരിക്കുന്ന ആരാണ്? പുതിയ ആളുകളൊന്ന് സംസാരിച്ചോളൂ. ഇതുവരെ സംസാരിക്കാത്ത പുതിയ ആളുകൾ ഈ ആളുകൾ സംസാരിക്കുന്നത്. സംസാരിച്ചോളൂ. ആർക്കും സംസാരിക്കാം. സാറേ നമസ്കാരം സാറേ, ഞാൻ മഞ്ജു ആണ്. നിങ്ങൾ EFT പങ്കെടുത്തില്ലല്ലോ. EFT പങ്കെടുത്ത ആൾ സംസാരിക്കും. ആ. EFT പങ്കെടുത്ത ആൾക്കാർ. മഞ്ജു EFT പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല. ഈ കഴിഞ്ഞ ആഴ്ച സാറിന്റെ മാജിക് 99-ലാണ് ആദ്യമായിട്ട് പറഞ്ഞോളൂ. എന്നാ സംസാരിച്ചോളൂ. എനിക്ക് ഒരുപാട് മാറ്റം വരുത്തി സാറേ. കാരണം ഞാൻ ആകെ ടെൻഷൻ അടിച്ചൊരു വല്ലാത്ത അവസ്ഥ ഇരുന്നപ്പോഴാണ് ഫേസ്ബുക്കിൽ സാറിന്റെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത്, അഡ്വർടൈസ്മെന്റ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ 99 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് സാറിന്റെ രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ്സും പിന്നെ RISന്റെ 3 ക്ലാസ്സും ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാറേ എനിക്കിപ്പോ എന്റെ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ല. എനിക്ക് നല്ലതുപോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വാട്ടർ അതോറിറ്റി ലാബില് ഡാറ്റ എൻട്രി ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് നല്ലപോലെ ജോലി ശ്രദ്ധിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഞങ്ങളിപ്പോ 16 വർഷമായി സാറേ വാടകയ്ക്ക് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ എന്നൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ എന്റെ അനുഭവം മനസ്സിലായി. സന്തോഷം. അത് തന്നെ വലിയൊരു തിരിച്ചറിവാണ്. പണം സാർ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ തന്നെ ഞങ്ങൾക്ക് സാലറി ഒന്നും വന്നില്ല. ഞാൻ ഓഫീസിലെ ഒരു ഫ്രണ്ടിനോട് പൈസ കടം വാങ്ങിച്ചിട്ട് സാറേ ഞാൻ ഇതിന് 1899 രൂപ ഞാൻ അടച്ചത്. ഓക്കെ. ഇനി ഞാൻ അതുകൂടി പറയാം. ബാക്കിയുള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മള് ഇനിയിപ്പോ ഒരു മാസത്തെ ഒരു കോഴ്സ് വരാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ എന്താ പറയുക, ലൈവ് സെഷൻസ് നാളെ മുതൽ തുടർച്ചയായിട്ട് 4-5 ദിവസം തുടർച്ചയായിട്ടുണ്ടാവും. പിന്നെ 10-ാം തീയതിക്ക് ശേഷം അത് രാവിലെ നിങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള ഭാഗത്തിന്റെ റെക്കോർഡിംഗ് അയച്ചു തരാണ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു പുതിയ തലച്ചോറാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, താല്പര്യമുണ്ടെങ്കിൽ ലോകത്ത് ഇതിനേക്കാളും ഫീസ് കുറഞ്ഞ ഒരു സംഭവം വേറെ കിട്ടാൻ നിങ്ങൾ അറിഞ്ഞിരുന്നു. 1 മന്ത് കോഴ്സിന് വെറും 1999 രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇതെന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് അയച്ചു മാറ്റി ഇപ്പോൾ ഈ വാരങ്ങൾ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങളെ കണ്ണ് നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾപ്പിച്ചു തരില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറൊരു കാര്യം ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് പുതിയ രൂപത്തിൽ ചിന്തിക്കുവാനും പുതിയ രൂപത്തിൽ കാഴ്ചകൾ കാണുവാനും നിങ്ങളെ കണ്ണിനെ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉള്ളിലുള്ള വയറിങ്ങിനെ മാറ്റിയേ പറ്റൂ. ഒരു മാസം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്. ഇതില് പ്രധാനമായിട്ടും പണത്തെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. പണം, മാഗ്നറ്റിക് പണം എങ്ങനെ നമ്മുടെ തലച്ചോറിന്റെ ഗാന്ധശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അതിന്റെ കൂടെ തന്നെ സ്ട്രെസ് റിലീസ് ആവും, ടെൻഷൻ ഒഴിവാവും, മനസ്സിൽ സദാ സന്തോഷം ഉണ്ടാവും, എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധ്യതയല്ല, ഉറപ്പാണ്. പണം മാത്രമല്ല, തലച്ചോറ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ഇനി ഒരു 10 മിനിറ്റ് 9 മണിയാകുമ്പോഴേക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതിൻ്റെ ഇടക്ക് എല്ലാവരും ഇതിലോട്ടൊന്ന് ആ ഒരു കോഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യും. സോ പ്ലീസ് കം ടു മൈ പോയിന്റ്. നീ അടുത്ത ആൾ പറഞ്ഞോളൂ, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. സാറേ ഓൺലൈൻ കോഴ്സ് അല്ലേ, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ പോരല്ലേ? ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഓക്കെ. ശരി, ഇനി അടുത്ത ആൾ സംസാരിച്ചോളൂ. ഹലോ നമസ്കാരം. രാജനാണ് സാർ, മറ്റേത്. പറയൂ സാറേ, 2 EFT ഞാൻ എടുത്താണ്. പക്ഷേ ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല, പല പ്രശ്നങ്ങളും ആയിട്ട്. ഇപ്പൊ കുറച്ച് ദിവസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിൽ നല്ലൊരു സന്തോഷവും കാര്യങ്ങളും വരുന്നുണ്ട്. കാര്യങ്ങൾക്കുള്ള പോക്ക് വളരെ ലളിതമായിട്ട് പോകുന്നുണ്ട്. എന്റെ ടെൻഷനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. അതിനൊക്കെ ചെറിയ നല്ല മാറ്റം വരുന്നുണ്ട്. കുറച്ച് ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ആ ദിവസം കൊണ്ട് എനിക്ക് വലിയൊരു മാറ്റം വരുന്നുണ്ട്. വളരെ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ഇപ്പൊ നല്ല ഊർജ്ജം എന്റെ മനസ്സിലുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ 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 നന്ദി. താങ്ക് യു. സന്തോഷം. റെക്കോർഡിംഗ് അല്ല, ലൈവ് സെഷൻ ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ട്, രണ്ടും ഉണ്ടാവും കേട്ടാ, രണ്ടും ഉണ്ടാവും. സമയം ഇപ്പോ 9-ാം തീയതി വരെ രാത്രി 8 മണിക്കാക്കും.
പിന്നെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ രാവിലെ 7 മണിക്ക് നൽകും. ഓക്കെ, ഒരു ചുരിദാർ വാങ്ങുന്ന പൈസ പോലും ഇല്ലല്ലോ. നിങ്ങളുടെ തലച്ചോറിന് അഴിച്ചു പണിയാൻ നിങ്ങളോടൊരു ചുരിദാർ വാങ്ങുന്ന പണം പോലും ഇല്ല. മനസ്സിലായില്ലേ? ശരി, ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? ഇനി അടുത്ത മെന്റർമാർ ഉണ്ടാവും, ഓരോ ആളുകൾക്കും മെന്റർമാർ ഉണ്ടാവും. ഇതിലപ്പുറം എന്ത് വേണം പ്രിയപ്പെട്ടവരെ? ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളെ നിലവിലുള്ള തലച്ചോറിനെ അഴിച്ചു മാറ്റി പുതിയൊരു ബ്രെയിൻ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മൂല്യം എത്ര തുച്ഛമാണ് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ശരി, അടുത്ത ആൾ സംസാരിച്ചോളൂ. ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഞാന് നാദാപുരത്ത് സാറിന് ആദ്യമായിട്ട് ഏതാ രാത്രി മാത്രമാണോ ക്ലാസ് രാത്രി നിങ്ങൾക്ക് ആ ക്ലാസ് മുഴുവനായിട്ട് കിട്ടും. ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിംഗ്, അതിന്റെ വർക്കുകൾ. മനസ്സിലായില്ല. പ്ലീസ്. രാത്രി ക്ലാസ് 8 മണിക്കൊക്കെ രാത്രി ക്ലാസ് ഉണ്ടാവും. നോ ടെൻഷൻ, അതിന് റെക്കോർഡിംഗ് നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡിംഗ് കിട്ടും. 9-ാം തീയതിക്ക് ശേഷം രാവിലെ 7 മണിക്കായിരിക്കും റെക്കോർഡിംഗ് അയച്ചു തരാം. മറ്റേ ക്ലാസ് കഴിഞ്ഞ ഉടനെ റെക്കോർഡിംഗ് കിട്ടും. റെക്കോർഡിംഗ് കേട്ടാൽ മതി. രണ്ടും കണക്കാണ്. ഡൗട്ട്സ് ക്ലിയറൻസ് 24 hours നമുക്ക് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ഓക്കെ, ലൈവിൽ ആ സമയത്ത് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, റെക്കോർഡിംഗ് കിട്ടും. ക്ലിയർ ആയില്ലേ സുജാന? ശരി, അശോക് സാർ പറഞ്ഞോളൂ. ഞാന് പിന്നെ നാദാപുരത്ത് വെച്ചാണ് ആദ്യമായിട്ട് എന്തായിരുന്നു സാറിനെ കണ്ടുമുട്ടുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴെന്താന്ന് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചത്. കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ ബുക്ക് വഴിയും മറ്റെല്ലായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു. പക്ഷെ പിന്നെ EFT പങ്കെടുത്തപ്പോൾ എന്താ എനിക്ക് നല്ല എനർജി, ഇപ്പം നല്ല ഇതുണ്ട്. ഷുഗറിന് കുറവുണ്ട്. അതുപോലെ തന്നെ പിന്നെ വെള്ളത്തിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എന്താന്ന് നല്ല ഇത് കിട്ടുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. കാരണം പിന്നെ പിന്നെ അള്ളാഹു നമുക്കൊരു അനുഗ്രഹമാണല്ലോ, വെള്ളവും വായുവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നന്ദി പറയാന്നുള്ള കാര്യം എന്താക്കില്ല ഇതുവരെ, പിന്നെ കുറവായിരുന്നു. പക്ഷെ നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിന് ഭാരങ്ങളെല്ലാം കുറയുന്നുണ്ട്. വളരെയധികം ഭാരങ്ങൾ കുറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സനാമേടാണ് ഞങ്ങളെന്ത് മെന്റർ. സനാമേടത്തിന്റെ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ശരിക്കും എനിക്കൊരു മെന്ററാണോ എന്നാ തോന്നുന്നത്. പിന്നെ കാരണം എന്താ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പൈസ അല്ലാതെ എന്താക്കുന്നത് പിന്നെ ആവശ്യത്തിന് തന്നിട്ടുണ്ട്. പിന്നെ അസുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. പിന്നെ അപ്പൊ എന്താന്ന് എല്ലാ ക്ലാസ്സും എനിക്കിപ്പോ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കാരണം നോമ്പായതുകൊണ്ട് കഴിയൂല. ഞാൻ ബദറുദ്ദീൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നോമ്പിന് രാവിലെ കിട്ടും. ഹലോ, നോമ്പിന് രാത്രി ക്ലാസ് കേൾക്കണ്ട, രാവിലെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും. നോമ്പിന് കാരണം നോമ്പിന് പൂർണ്ണമായിട്ട് അതിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്താ ആ 1 മാസം അത് പറഞ്ഞ് ഞാൻ ബദറുദ്ദീൻ സാറിന് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. പിന്നെ ട്രഷറിൽ പങ്കെടുക്കണമെന്ന് ഇൻഷാ അല്ലാ. ട്രഷറിൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. അത് വേറെ കോഴ്സാണ്. ഇത് നോമ്പിന് പിന്നെ ഒരു കാര്യം, നോമ്പിന് പകൽ 7 മണിക്ക് നിങ്ങൾ ഇത് കിട്ടും. വൈകുന്നേരം വരെ സമയം ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മതി. അത് പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ് ഇപ്പൊ വെക്കാൻ കാരണം നോമ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം നോമ്പിന് കേൾക്കേണ്ട സെഷൻസ് ആണ്. അതായത് ഒരു പ്രത്യേകത, നോമ്പിന് കേൾക്കേണ്ട സെഷൻസ് ആണ്. നമ്മുടെ ലൈഫ് റീവാരിങ് ചെയ്യുന്ന, കാരണം നോമ്പ് എന്ന് പറയുന്നത് തന്നെ റീവാരിങ് ആണ്. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഫുഡ് ഒഴിവാക്കുന്നു, പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ കൂടെ ഇതുകൂടി പഠിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയത പഠിക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ ഒരു തിരിച്ചുപോകും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നോമ്പിന്റെ കാരണം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുന്നത് നോമ്പിനാണ് ഇത് ചെയ്യൽ ഏറ്റവും ഉത്തമമായത് എന്ന് സാന്ദർഭികമായി പറയുന്നു. പിന്നെ ട്രഷറിലൊക്കെ വരുന്നതിന് മുമ്പ്, ട്രഷർ എന്ന് പറഞ്ഞ ഒരു സിവിൽ സർവീസാണ്. ഇതുകൂടി പഠിച്ച് മുന്നോട്ട് അതിൽ വരികയാണെങ്കിൽ ട്രഷറിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് സംസാരിക്കാം. ഒരാൾക്ക്, കാരണം അവർക്ക് ഒത്തിരി ആൾക്കാരുണ്ടാവും. ഒരാൾ സംസാരിച്ചേ വാട്ട് യു ഫീൽ വെൻ യു, നിങ്ങൾ ലൈഫിൽ ഇതുവരെ നിങ്ങൾ ലഭിച്ചതിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയ അനുഭവമാണോ ഇല്ലേ? പ്ലീസ്, ട്രഷറിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ ട്രഷറിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ആരുമില്ല. നൗഷാദ് സാർ സംസാരിച്ചോളൂ. മൈക്കോണാക്കി സംസാരിച്ചോളൂ.
What do you feel when you attend Treasure? ട്രഷർ നല്ല ഒരു മാറ്റമുണ്ട് ട്രഷറിൽ പങ്കെടുത്തപ്പോ. കാരണം നല്ല ഒരു മോശമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ട്രഷർ കോഴ്സിലേക്ക് ചേരാൻ വേണ്ടി ജോയിൻ ചെയ്തത് ഒരു ഫേസ്ബുക്ക് പേജിലൂടെ. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്തപ്പോ എല്ലാം പ്രത്യേകമായിട്ട് നമ്മളതിലേക്ക് ആകർഷിക്കുന്ന പോലെ ഒരു ഫീല്. പിന്നെ ജീവിതം ഒരു ജീവിതത്തിൽ എന്തോ ഒരു അർത്ഥമുണ്ട് എന്നുള്ള ഒരു തോന്നല്. തീർച്ചയായും നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഓക്കെ സന്തോഷം. ട്രഷറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ കോഴ്സ് ഒന്നും വേണ്ടി വരില്ല. കാരണം അത്രയും ഡീപ്പാണത്. അത് നമുക്ക് ഏപ്രിൽ ലാസ്റ്റ്, അതൊരു ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്താ പറയാ, ലോ ഓഫ് അട്രാക്ഷൻ വളരെ നന്നായിരിക്കും. സോ അപ്പൊ ഇനി താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് പേ ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? പറഞ്ഞോളൂ റോമല, പറയാം. റോമല, ഒരാൾ സംസാരിക്കും, ഒരാൾ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 മാസമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണ് ചെക്ക് ചെയ്യാൻ പോയപ്പോ കണ്ണട മാറ്റി പവർ, അപ്പൊ മാറ്റി തന്നപ്പോ കടയിൽ നിന്ന് അങ്ങനെ ചോദിച്ചു, ഇത്ര ഏജ്, എനിക്ക് 54 വയസ്സായിട്ടുണ്ട്. അപ്പൊ പൊതുവെ കണ്ണിന്റെ കാഴ്ച കുറയാണ് ചെയ്യാന്നാണ്, എനിക്ക് ഇത്തിരി കൂടിയിട്ടാണ് അത്ര ഉള്ളത്. അപ്പൊ സാർ അവിടെ എങ്ങനെ എന്തെങ്ങനെ കുട്ടികൾക്കൊക്കെ എങ്ങനെ കൂടുള്ളൂ, വലിയ ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു മാറ്റം കാണാറില്ല ആണ്. പിന്നെ അങ്ങേര് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മറുപടി ചോദ്യം അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു EFT ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതായിരിക്കും മാറ്റം വന്നത്. അപ്പോഴങ്ങേര് എന്നോട് ചോദിക്കുക, അപ്പൊ ഈ കണ്ണിനൊക്കെ കാഴ്ച കിട്ടും അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കോമൺ ആയിട്ട് മൊത്തത്തിലാ പറയുന്നത്. അപ്പൊ എല്ലാം മാറ്റം ഉണ്ടായിരിക്കും, അതിന്റെ ബേസിൽ വന്നതാവെന്ന് പറഞ്ഞു. താങ്ക് യു സാർ. ഓക്കെ, സന്തോഷം. പിന്നെ വേറെ സംസാരിക്കാൻ നിന്നല്ലോ, ആരായാലും ദയ. ഹലോ, ഞാൻ ബഷീർ തലശ്ശേരി. പറയൂ സാർ. ആദ്യം തന്നെ ഞാൻ ഹാപ്പി പാർക്കിനോടും അതിന്റെ കരീം സാറിനോടും അതിന്റെ അണിയ പ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. സാറിന് ഞാൻ ഇപ്പൊ 2-3 മാസക്കാലമായി ഹാപ്പി പാർക്കിലെ മെഡിറ്റേഷൻ ക്ലബിൽ ഡെയിലി ഉള്ള ആളാണ്. ഇപ്പൊ ഫെബ്രുവരി 25-ാം തീയതി EFT-യിലും പങ്കെടുത്തു. EFT-യിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് നല്ല ശരീരത്തിന് എന്താ പറയാ, ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഞാൻ എല്ലാ ദിവസവും 2 നേരം ടാപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ പറയാന്ന് വെച്ചാൽ ശരീരത്തിന്, എന്റെ കാലിന് ഒരു ഇടതേ കാലിന് തുടയുടെ ഉള്ളിൽ ഒരു കുത്തിപ്പറി പോലത്തെ ഒരു വേദന ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. പിന്നെ എന്റെ വലത് കാലിന്റെ മുട്ടിന്റെ ബാക്കിൽ മടക്കിന് ഒരു നിസ്കരിക്കാൻ ഇരിക്കുമ്പോൾ വേദനയുടെ, അതും ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും എനിക്ക് മാറി. ഇപ്പൊ മാനസികമായിട്ടും ഞാൻ നല്ല ഒരു എന്താ പറയാ, ഒരു മനസ്സിനൊരു സന്തോഷവും ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഡെയിലി ഉള്ള ഫോളോ അപ്പ് എന്റെ മെന്റർ റെയ്ഹാനത്ത് മാം ആണ്. എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും എന്ത് ചെയ്തു എന്നും എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹാപ്പി പാർക്കിൽ വന്നതും ഈ ഒരു EFT-യിൽ പങ്കെടുത്തതും എന്റെ ഒരു വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇനിയും ഹാപ്പി പാർക്കും നമ്മളെല്ലാവരും ഉയർന്നു വരട്ടെ. അതിന്റെ പേരിൽ താങ്ക് യു അറിയിക്കുന്നു എല്ലാവർക്കും, പ്രത്യേകിച്ച് കരീം സാറിനോടും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ പാർട്ടിസിപ്പേറ്റിന് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ സന്തോഷം. പറയൂ സർ. ഞാൻ കൊടുവള്ളി റഹ്മത്താണ്. ഞങ്ങൾ EFT-യിലൊക്കെ പങ്കെടുത്തിരുന്നു. എനിക്ക് ഹസ്ബൻഡിനും നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ ഷുഗറൊക്കെ കുറെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറെ ഡിപ്രഷന്റെ ഒരു പ്രശ്നമുണ്ട്, കുറെ ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി അതും കൂടി അതിന്റെ ഗുളിക ഒന്ന് നിർത്തി കിട്ടണം, അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇന്നും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സാറിന്റെ കുറെ കോഴ്സിലൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സാറിനും സാറിന്റെ ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതായത് നിങ്ങള് ഹാപ്പി പാർക്കിന്റെ മുഴുവൻ കോഴ്സും ചെയ്തു, ഇതിന്റെ കൂടെ സഞ്ചരിച്ചോളൂ. നിങ്ങൾ നൽകുന്ന ഫീസോ അതൊന്നും ആവൂല നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ട്രഷറിനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ തന്നെ 7 കോഴ്സ് കൊടുക്കുന്നുണ്ട് ഓഫ്ലൈനിൽ. ആ കോഴ്സിന്റെ ഫീ പോലും നമ്മൾ അതിന് മൊത്തത്തിൽ വാങ്ങുന്നില്ല.
പിന്നെ ട്രഷർ എന്ന് പറയുന്നത് അതൊരു അക്ഷയ ഖനിയാണ്. അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരാത്ത ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടി കടന്നു പോകണം. ഇത് തന്നെ നമ്മുടെ തലച്ചോറിനെ അടിമുടി മാറ്റിമറിയും. അതുകൊണ്ട് ഇനി താല്പര്യമുള്ള ആളുകൾ സാറേ ഏകദേശം നമുക്ക് 9 മണിയായി ഇല്ലേ? 9 മണി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഇപ്പോ നിർത്താം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. ഒരു കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാം. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് എന്താ പറയാ, ഒന്ന് അറിയിക്കുക. ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ഓഫീസ് നമ്പറിലോ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകമായി നന്ദി പറയുന്നു നമ്മുടെ മെന്റേഴ്സ്. അവരുടെ സേവനം വളരെ 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 ഓഫീസുമായി ബന്ധപ്പെട്ട ദീപു ഓഫീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അവരൊക്കെ വളരെയധികം സേവനം ചെയ്യുന്നു. ഈ ഹാപ്പി പാർക്കിന്റെ പ്രത്യേകത തന്നെ എങ്ങനെയാണ്? ഇവിടെ ഒരു മണി മോട്ടിവേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വളഞ്ഞ വഴിക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഹാപ്പി പാർക്കിനോട് നിൽക്കാൻ പറ്റില്ല. നേരെ ഈ ആൾക്കാർക്ക് ഈ ആൾക്കാർക്ക് മാത്രമേ ഹാപ്പി പാർക്കിനോട് നിൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ മെന്റേഴ്സിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നാളെയാണ് നമ്മുടെ ആകർഷണ നിയമം, എങ്ങനെ തലച്ചോറിനെ കാന്തശക്തി ഉള്ളതാക്കാം. അതിൽ നമ്മൾ 6ഓളം തെറാപ്യൂട്ടിക്കൽ മെഡിറ്റേഷൻ, റീവയറിംഗ് മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്, തെറാപ്പി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ പെയിൻ, ചില പഴയകാല ഓർമ്മകളെ മറക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ഡിയാക്റ്റീവ് ആക്കുവാനുള്ള, ചിലപ്പോൾ നമുക്കിങ്ങനെ വരാറുണ്ടല്ലോ ചില ട്രോമാസ്, അതിനെ ഒഴിവാക്കുവാനുള്ള ടെക്നിക്സ് അതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പണത്തെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്ന ടെക്നിക്സ്, ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ ആ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ ട്രഷറിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ മതി, ട്രഷറിൽ പങ്കെടുക്കാൻ പറ്റും. നേരത്തെ പങ്കെടുത്ത ആൾക്കാർ, ആദ്യമായിട്ട് വന്ന ആൾക്കാർ, ട്രഷറിന് ഇച്ചിരി ഫീ ഒക്കെ ഉണ്ട്, പറ്റുമോ? ലോ ഓഫ് അട്രാക്ഷന്റെ ഈ ടെക്നിക്സ് ഉപയോഗിച്ച് അവരൊക്കെ പങ്കെടുക്കുന്നു മാത്രമേ അവർക്ക് ലൈഫിൽ വളരെ ഹാപ്പി തോന്നുന്നു. ആരെങ്കിലും അങ്ങനെ ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കാം. അതായത് ട്രഷറിൽ പങ്കെടുക്കുന്ന, നേരത്തെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ എന്ന് ഡൗട്ട്സ് അടിച്ച് പക്ഷെ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലോട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചേ. ഒരാൾക്ക് പ്രതികരിക്കാം. ഗുഡ് ഈവനിങ് സർ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ട്രഷറിൽ പങ്കെടുക്കണ്ടേ? സാർ കുറെ ഡൗട്ട് അടിച്ചു നിന്ന ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. സാറിന്റെ ആ ഒരു മാസത്തെ കോഴ്സ്, അതിന്റെ ക്ലാസ്സുകളും അതിന്റെ ലൈവ് ക്ലാസ്സും റെക്കോർഡിങ്ങും ഒക്കെ കേട്ട് പിന്നെ എനിക്ക് അതിയായ ആഗ്രഹം ട്രഷറിൽ പങ്കെടുക്കണം. അങ്ങനെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചത്. അപ്പോ ഇപ്പൊ അതിൽ പങ്കെടുക്കുന്നു, വളരെ ഹാപ്പിയാണ്. പിന്നെ EFT കൃത്യമായിട്ട് ചെയ്തു. അസുഖങ്ങളെല്ലാം, വേദനകളായിരുന്നു, പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ ഇപ്പൊ ഹാപ്പിയാണ്. ഇതിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് സാറ് പറയിപ്പിക്കല്ല, ഞങ്ങള് മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങൾക്കും കൂടെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോ സാറിന്റെ ഏത് കോഴ്സിൽ പങ്കെടുത്താലും നമുക്കൊരു നഷ്ടവും വരൂല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. ഇനി എന്ത് കോഴ്സാണേലും ചേരണമെന്നുണ്ട്. പക്ഷെ സാറ് പറയുന്നു ട്രഷർ തന്നെ മതി എന്ന് പറയുന്നു. അപ്പൊ ആ സന്തോഷത്തിലാണ് ഇപ്പോ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. ട്രഷറിൽ പങ്കെടുക്കുന്നവർ ട്രഷർ കഴിയുന്നവരെ നിങ്ങൾ വേറെ ഒരു കോഴ്സ് പങ്കെടുക്കണ്ട, ട്രഷറിൽ തന്നെ നിൽക്കുക, വേറെ ഒരു കോഴ്സ്. ഓക്കെ, ശരി. ഓക്കെ, വളരെ വളരെ സന്തോഷം. നമുക്ക് എന്നാൽ മെഡിറ്റേഷനോട് പോവാം. ഇനി ആർക്കും ഡൗട്ട്സ് ഉണ്ടോ? എത്ര ആളുകൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒന്ന് അറിയിച്ചേ, ഒന്ന് ടൈപ്പ് ചെയ്തേ പ്ലീസ്. ടൈപ്പ്. എത്ര ആളുകൾ? നാളെ പിന്നെ എപ്പോഴാന്നുള്ളത് പറയാൻ കഴിയില്ല കേട്ടാ. പിന്നെ എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് അറിയാലോ നമ്മുടെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ സമയത്തിന്റെ ഷോർട്ടേജ് ആണ് ഹാപ്പി പാർക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ വേറെ എവിടെ പോയാലും ഇത്രയും കോഴ്സുകൾ ആധിക്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ കോഴ്സുകൾ നടത്തുകയല്ല ചെയ്യുന്നത്. കോഴ്സുകൾ നടത്തിയിട്ട് ഈ വർക്ക് അവരെ കൊണ്ട് ചെയ്യിച്ച് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമായിട്ടുള്ള ജോലി.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു, വളരെ വളരെ സന്തോഷം. നമുക്കൊരു സെർട്ടൺ നമ്പർ ഓഫ് പീപ്പിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യും, കാരണം ഓവറായിട്ട് ആളുകൾ എടുക്കാൻ പറ്റില്ല. സോ ഇപ്പൊ നമുക്കൊരു കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാം. വളരെ വളരെ സന്തോഷം. സാർ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തോളൂ. അയച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞോളൂ ഗ്രൂപ്പിൽ. സാർ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിലോട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ഏതെങ്കിലും രൂപത്തിൽ ഡൗട്ട്സ് മീൻസ് ഇപ്പൊ ക്യാഷ് ഇല്ലാത്തവരോ അതിലൊന്ന് ജോയിൻ ചെയ്തോളൂ. ഇതൊരു മണി എന്ന് പറയുന്നത് എനർജി എക്സ്ചേഞ്ചസ് മാത്രമാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ എന്തോ ഒരു പണമാണ് അവരൊക്കെ അവിടുന്ന് ഈടാക്കുന്നത്. ഞാൻ അവരൊന്നും കുറ്റം പറയുന്നില്ല, അതൊക്കെ ആവശ്യമാണ്, അതൊന്നും നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ രൂപത്തിൽ വളരെ ഏതൊരു കൊച്ചുകുട്ടിക്കും ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ബ്രെയിനെ റീവയറിങ് ചെയ്യാന്നാ പറയുന്നത്. അതിനാ നിങ്ങളോട് ഇത് പറയുന്നത്. അത് നിങ്ങളൊരു എനർജി ചെലവഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ റീവയറിങ് നടക്കൂല. മനസ്സിലായില്ലേ? നമ്മള് കഴിഞ്ഞ സെഷനിൽ ഒരു സ്മിത മാഡം, ഇത് ഞാൻ കേൾക്കുന്നില്ലേ? സ്മിത, ക്യാൻ യു ഹിയർ? സ്മിത, ക്യാൻ യു ഹിയർ? സ്മിത പോയോ? സ്മിത എൻ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? സ്മിത എൻ, ഹലോ. എല്ലാവരും മ്യൂട്ട് ചെയ്തോ സാർ? സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലോട് മാറ്റിയ. സ്മിത ഇതിലില്ലാന്ന് തോന്നുന്നു അല്ലേ? ശരി, റീവാരിങ് നടന്നപ്പോ ലൈഫ് മാറി, കംപ്ലീറ്റ്ലി മാറി. നമുക്ക് ഇന്ന് ഒരു കുഞ്ഞു മെഡിറ്റേഷനിലോട്ട് കിടക്കാം. സ്മിത കേൾക്കുന്നുണ്ടോ? സ്മിത, ക്യാൻ യു ഹിയർ? ഇല്ല. ശരി, ക്ലോസ് യുവർ ഐസ്. ഒന്ന് കണ്ണടച്ച് എല്ലാവരും. ക്ലോസ് യുവർ ഐസ്.